ഡാംസൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഒറിജിനൽ സിനിമയാണ്. മില്ലി ബോബി ബ്രൗൺ ആണ് ഇതിൻ്റെ ഒരു ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി മില്ലി ബോബി ബ്രൗണിൻ്റെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്കൊരു ആവറേജ് ഫീലാണ് കിട്ടിയത്. കാരണം എന്തോ ഒരു സ്റ്റോറിക്ക് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു പഴയ രാജ്യങ്ങൾ രാജാവൊക്കെ കാണിക്കുന്നതിനകത്ത് ഒരു സ്റ്റെപ്പ് മദർ ഇത്ര സ്നേഹമുള്ളൊരു സ്റ്റെപ്പ് മദറിനെ കാണിക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു ഈവിൾ സ്റ്റെപ്പ് മദറിനെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ വളരെ സ്നേഹമുള്ള, അതായത് തൻ്റേതല്ലാത്ത 2 സ്റ്റെപ്പ് ഡോട്ടേഴ്സിനോട് വളരെയധികം സ്നേഹമുള്ളൊരു സ്റ്റെപ്പ് മദറിനെ കാണിക്കുന്നു. അതുപോലെ ഇത്രയും പഴം വിഴുങ്ങിയ ഒരു രാജകുമാരനെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രിൻസ് ഹെൻറി, അതായത് ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന റോൾ ചെയ്യുന്ന പ്രിൻസ് ഹെൻറി, ആ ഒരു ക്യാരക്ടർ അതിഗംഭീര തോൽവിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, ആക്ടിങ് അല്ല, ക്യാരക്ടറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലോഡി എന്ന് പറയുന്നത് ബെയ്ഫോർഡ് എന്ന് പറയുന്ന രാജ്യത്തെ രാജകുമാരിയാണ്. അവരങ്ങനെ വലിയ റിച്ചായിട്ടുള്ള രാജ്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ പട്ടിണിയും പരിവട്ടമായിട്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോകണം, അല്ലെങ്കിൽ അടുത്ത മാസം എന്താണ്, അല്ലെങ്കിൽ അടുത്ത വർഷം എങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിൽ പോകുന്നൊരു രാജ്യം. അപ്പോൾ അവിടേക്ക് പ്രിൻസ് ഹെൻറിയിൽ നിന്നും അല്ലെങ്കിൽ ഔറ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നും നമ്മളുടെ എലോഡിക്ക് ഒരു കല്യാണ ആലോചന വരുന്നു. പ്രിൻസ് ഹെൻറിയുമായിട്ടുള്ള കല്യാണ ആലോചന. അവർ ഭയങ്കര റിച്ചായിട്ടുള്ളൊരു ഫാമിലി അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള രാജ്യം. സ്വാഭാവികമായിട്ടും ആ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു കുറേ പോസിറ്റിവിറ്റിയാണ്. അപ്പം സാക്രിഫൈസ് ചെയ്യുക, സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു കല്യാണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. രാജകുമാരിയല്ലേ, അപ്പോൾ രാജാവ് അങ്ങനെ പറയുന്നു, സ്റ്റെപ്പ് മദറും അങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ ആ രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പ് മദറിന് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കല്യാണമൊക്കെ നടത്തുന്നു. കല്യാണം നടത്തിയിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സാക്രിഫൈസ് ആയിരുന്നു സംഭവം. അതായത് 3 പെൺകുട്ടികളെ അവിടെ, അതായത് ഊറ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വലിയ ഡ്രാഗണുണ്ട്. ഒരു കേവിനകത്തൊരു ഡ്രാഗണുണ്ട്. ആ ഒരു ഡ്രാഗണിന് സാക്രിഫൈസ് ചെയ്യണം, ഹ്യൂമൻ സാക്രിഫൈസ് നടത്തണം. വർഷങ്ങളായിട്ട് ഓരോ ജനറേഷനിൽ നടന്നു വരുന്നതാണ്. അപ്പം രാജകുമാരന് നല്ലൊരു കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം ഈ ഒരു 3 പേരെ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഇവർ 3 പേരെ കല്യാണം കഴിപ്പിച്ചിട്ട് 3 പേരെ സാക്രിഫൈസ് ചെയ്ത് ആ ഗുഹയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നു ഡ്രാഗൺ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രാഗൺ കൊല്ലാൻ വേണ്ടി. അതാണ് സംഭവം. ഇതറിയാണ്ട് കല്യാണം നടന്നിട്ട് ഈ എലഡിയുടെ ഫാമിലിയൊക്കെ പോകാനായിട്ട് നിൽക്കുന്നു. എലഡി മൊത്തത്തിൽ പണി പാലിക്കുന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് എടുത്ത് താഴേക്ക് ഇടുന്നു, ഗുഹയ്ക്കകത്തിടുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ആ ഒരു സ്റ്റോറി ലൈൻ അങ്ങോട്ട് മാറുകയാണ്. ഇത്ര നേരം നമ്മളൊരു ഫാൻറ്റസി സാധനമൊക്കെ കണ്ട സമയത്ത് ഇനി അതൊരു സർവൈവൽ സാധനമാണ്. ഈ ഡ്രാഗണിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ആ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു സാധനങ്ങളിലേക്ക് പോകുന്നു. അവിടെ എലഡി ചെല്ലുമ്പോൾ കുറേ ഇതേപോലെ തന്നെ സ്കെൽറ്റൻസൊക്കെ കാണുന്നു. പഴയ കുറേ ആൾക്കാർ അതേപോലെ പെൺകുട്ടികളോട് മരിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നു. എലഡി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. ഒരവസരത്തിൽ രക്ഷപ്പെട്ട് വെളിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡ്രാഗൺ അറിയാലോ, ഡ്രാഗൺ വന്ന് അടപടലം അവിടെ സീനുണ്ടാകും. അതായത് ഈ രാജ്യത്തെ എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു റോയൽ ഫാമിലിക്ക് അറിയാം എന്തിനാണ് ഡ്രാഗൺ ഇങ്ങനെ കൊടുക്കുന്നത്. അതൊക്കെ പിന്നീടാണ് എലഡി അറിയുന്നത്. അങ്ങനെ എലഡി പുറത്ത് വന്നപ്പം എലഡിയുടെ അനിയത്തിയെ പിടിച്ചോണ്ട് കൊടുക്കാൻ തുടങ്ങും. ഈ ഇവിടുത്തെ രാജ്ഞിയും ആൾക്കാരും കൂടെ. അങ്ങനെ എലഡി വീണ്ടും ഇതിനകത്തിറങ്ങുന്നു, അനിയത്തി രക്ഷിക്കണം, ഡ്രാഗനെ കൊല്ലണം. അങ്ങനെ അവിടെ അടിയായി വഴക്കായി ഡ്രാഗനുമായിട്ടൊരു ഫൈറ്റൊക്കെ ആയി. അവസാനം ഡ്രാഗണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആക്ച്വലി ഡ്രാഗണ് സംസാരിക്കാൻ പറ്റും കേട്ടോ, ഞാൻ പറഞ്ഞില്ല. അവസാനം ഒരു വിധത്തിൽ ഡ്രാഗൺ എടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ കുടുംബത്തിൽ വന്നു, എൻ്റെ പൊന്നി ചേട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്, ഇവർ ചുമ്മാ നിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ ഡ്രാഗൺ എടുത്ത് എലഡി പറയുന്നു. അവസാനം ചാവാറായ ഡ്രാഗൺ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ കൊന്നേക്കെന്ന് പറയുന്നു. നീ കൊന്നിട്ട് പോടാ എന്ന് പറയുന്ന പോലെ കൊന്നിട്ട് ഓടിയെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാഗണിനെ ഹീൽ ചെയ്തിട്ട് അന്തസ്സായിട്ട് നടന്ന് കയറി ചെന്ന് ആ ഒരു കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് പ്രതികാരം ചെയ്യുന്ന എലഡി. അങ്ങനെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ട് ഈ ഒരു എലഡിയും അനിയത്തിയും സ്റ്റെപ്പ് മദറും കൂടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് കഥ, അത്രയേ ഉള്ളൂ കഥ. ഈ ഒരു കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ഞാൻ സ്പോയിൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. അത് പല സാധനങ്ങളും ഞാൻ സ്പോയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനകത്ത് ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളത്. ഈ മൊണ്ണ രാജകുമാരനാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. സാധാരണ ഒക്കെ ഇപ്പം രാജകുമാരൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കുതന്ത്ര പരിപാടികളൊക്കെ കാണിക്കുമെങ്കിലും ഇത് രാജകുമാരൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് അവസാനം നായിക വരുന്ന സമയത്ത് അയ്യോ നീ തിരിച്ചു വന്നു, നീ പോയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് കൊണ്ട് ഇവിടെ ഒറ്റ കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എലഡി മാസമായിട്ട് പോകുന്നു. മറ്റേ ഡ്രാഗൺ എന്തോ പ്രതികാരമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ട്. അങ്ങനെ സാധനം തീരുന്നു. ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ട് തീരുന്ന സിനിമ. ഇതാണ് ഡാംസൽ. സാധാരണ നമ്മളിവിടെയൊക്കെ ഗുഹയിൽ വീണ് കഴിഞ്ഞാൽ വല്ല വവ്വാലോ അല്ലെങ്കിൽ വല്ല പാറ്റയോ കുരങ്ങനൊക്കെയാണ് കാണുന്നത്. മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടതുമാണ്. ഇവിടെ ഗുഹയിൽ വീണ് കഴിഞ്ഞാൽ ഡ്രാഗൺ, പിന്നെ ഈ ഹീൽ ചെയ്യുന്ന ഒച്ച്, സ്വർണ്ണങ്ങൾ,
അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതാണ് ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ വല്ല ഉപാലിനെ കുറേ കണ്ടാൽ കണ്ട് അവിടെയൊക്കെ വീഴുവാണെങ്കിൽ അവിടുത്തെ ഗുഹയിൽ വീഴണം, വല്ല ഡ്രാഗണൊക്കെ കാണാം. അപ്പോൾ അതാണ് ഗൈസ് ഡ്രം സെൽ.